ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഷേക്കിൻ്റെ ട്യൂട്ടോറിയലാണ്. സോ അപ്പോൾ ലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് മോഷൻ്റെ XML ഫയലിലെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസും ഈ ഒരു ഫീഡ്ബാക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാം ചാനലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. സോ ഗൈസ്, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ബീറ്റിനനുസരിച്ച് കട്ട്സൊക്കെ സെറ്റാക്കി വെക്കാം. സോ ഇതിലേക്കാണ് നമ്മൾ എഫക്റ്റ് ആഡ് ആക്കാൻ പോകുന്നത്. സോ അപ്പോൾ അതിനായി നമ്മൾ ഫസ്റ്റ് കട്ട് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് കൊടുക്കാം. സോ എന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു എനേബിൾ ചെയ്യാനുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നമുക്ക് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയി ആഡ് എഫക്റ്റ് കൊടുത്ത് ഈ ഒരു ഓക്സിലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ദെൻ അതിൻ്റെ ആംഗിൾ നമുക്ക് 0 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ ഫ്രീക്വൻസി നമുക്ക് 1 ആക്കി കൊടുക്കാം. 1. ദെൻ നമുക്ക് ഈ ഒരു മാഗ്നിറ്റ്യൂഡ് ഫസ്റ്റ് തന്നെ എൻഡിലേക്ക് പോയിട്ട് ഈ ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ദെൻ ഒരു കീ ഫ്രെയിം ആഡാക്കി എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ടിങ്ങിൽ എന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 200+ ആക്കി കൊടുക്കാം. സോ ഒരു 273 ആക്കി കൊടുക്കാം. ദെൻ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ബാക്ക് അടിക്കാം. ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് എക്സ്പ്ലോഷർ ഗ്ലാമ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡാക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം സെൻട്രലായിട്ടൊരു കീ ഫ്രെയിം ആഡാക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് എക്സ്പ്ലോഷർ നമുക്കൊരു 17 ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കല ഈ ഒരു ഗാമ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്കൊരു 1.150 ആക്കി കൊടുക്കാം. സോ 1.150 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് വീണ്ടും നമുക്ക് ആഡ് എഫക്റ്റ് കൊടുക്കാം. ആഡ് എഫക്റ്റ് കൊടുത്ത് സെർച്ചിൽ നമുക്ക് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. സോ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് നമുക്ക് വീണ്ടും ബാക്ക് അടിക്കാം. ദെൻ വീണ്ടും നമുക്ക് ആഡ് എഫക്റ്റ് കൊടുക്കാം. ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് സെർച്ചിൽ ഗോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. സോ ഒരു ബ്ലർ ആഡ് ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയിട്ട് പിന്നത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ എൻഡിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് അടിക്കുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് നമുക്ക് സ്വിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ദെൻ അതിൻ്റെ ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്കൊരു 71 ആക്കി കൊടുക്കാം. 71. ഓക്കെ, ദെൻ ആംഗിൾ 1 നമുക്ക് ഒരു -1.6 ആക്കി കൊടുക്കാം. ഓക്കെ, ആംഗിൾ 2ൻ്റെ വാല്യൂ നമുക്കൊരു +1.9 ആക്കി കൊടുക്കാം. 1.9. ഓക്കെ, ദെൻ ബാക്ക് അടിക്കുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് സെർച്ചിൽ പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കാം. സോ ഈ എഫക്റ്റ് ആഡ് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ഫുള്ളാക്കി കൊടുക്കുക. ദെൻ റെഡ്യൂസും ഫുള്ളാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഈ ഒരു സ്ട്രെങ്ത്തിൽ കീ ഫ്രെയിം ആഡ് ആക്കി നമുക്ക് എൻഡിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ കറക്റ്റ് ഈ ഒരു ഗ്രാഫിനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നമുക്ക് ആഡ് എഫക്റ്റ് കൊടുക്കാം. ആഡ് എഫക്റ്റ് കൊടുത്തിട്ട് സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കാം. ദെൻ നമുക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡാക്കി സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി അതിൻ്റെ വാല്യൂ -100 ആക്കി കൊടുക്കാം. സോ ഇതേപോലെ തന്നെ എൻഡിലും സെറ്റാക്കി കൊടുക്കാം. എൻഡിൽ നമുക്ക് ഇതന്നെ സെറ്റാക്കി കൊടുക്കാം. സോ ഫുള്ളായിട്ട് ആക്കി കൊടുക്കാം. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ എഫക്റ്റ് ഒക്കെ കോപ്പി ചെയ്ത് അപ്പുറത്തെ കട്ട്സിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ എല്ലാ കട്ട്സിലും ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ എല്ലാത്തിലും പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഒരു ട്രാൻസിഷൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്.
ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ എക്സ്പോർട്ട് ആക്കിയിട്ട് ഈ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ദെൻ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് നമ്മുടെ ഗാലറി ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ ചെന്ന് ഈ ഒരു ക്രോപ്പ് ഓപ്ഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ വീഡിയോ ഫുൾ സ്ക്രീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതുപോലുള്ള എഡിറ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.